എന്റെ പെണ്ണ് കാണാനെന്തായി? ഹലോ ഗായ്സ്, അപ്പം എൻ്റെ കൊലച്ചിരി കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ, ഇവളെ കുറച്ച് ടീം പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ അതാ രാവിലെ 9 മണിക്കങ്ങ് ഇട്ട ഡ്രസ്സാണ്. ഇപ്പോൾ 4 മണിയായി. ഞാൻ അവളോട് നേരത്തെ പറയുന്നുണ്ട് എങ്ങോട്ടേയും പോകാം. അപ്പോൾ അവൾ പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചാൽ, എടി എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ട്, ജ്യോതി ഇല്ല തീയും ഇല്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ. ആദ്യം വിചാരിച്ച് പച്ചപ്പരിപ്പട കഴിക്കാൻ പോകാമെന്ന്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ആ വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാൻ അങ്ങോട്ടങ്ങ് മാറ്റി നേരെ ചുരത്തുമ്മൽ വിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു ഓക്കെ. അപ്പോൾ അതാ മഴ നല്ലോണം പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ചുരത്തുമ്മലൊക്കെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, മണ്ണടിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മഴയത്തേടെയും വീട്ടിലിരുന്നാൽ പോരെ. അപ്പം ഞാൻ നേരെ തിരിച്ചാട്ടോ വിചാരിക്കുന്നത്, ഈ മഴ പെയ്യുമ്പോൾ എങ്ങോട്ടേയും പോയാലോ, നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ച് ഓംലെറ്റൊക്കെ അടിച്ചാലോ, സെറ്റല്ലേ. അപ്പം എൻ്റെ മൈൻഡ് നേരെ ഈ ചുരത്തുമ്മിലൊക്കെ തന്നെയാണ് പോകുന്നത്. കോടമഞ്ഞും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അധികം ആൾക്കാരും ഇങ്ങോട്ട് തിരിച്ച് വരുന്നതാണ് കാണുന്നത്. നല്ല അടിപൊളി, നല്ല തണുപ്പുണ്ട്, കിടുകിടാ വറക്കുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ അതാ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കുക, മണ്ണടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ്റും മഴയാണ്. മഴ നല്ലോണം പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല വണ്ടിയിൽ നിന്ന്. അങ്ങനെതാ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അടുത്തൊരു പീടിയുണ്ട്, അതിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ചായക്കടയിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ചായക്കടയിൽ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഈ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ ബംഗാളി ബാൻ്റെ അടുത്ത് 2 ചായ 2 ബ്രെഡ് ഓംലെറ്റും പറഞ്ഞിരിക്കുകയാണ്. ഈ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കൊത്തു പൊറോട്ട തിന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ആൾ വിചാരിച്ചിട്ട് മതി. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി. ഇതൊക്കെ ഹോം മെയ്ഡ് പ്രൊഡക്ട്സാണ്. നമ്മൾ അധികം പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ശ്രദ്ധിച്ച് അവിടെ നിന്ന് ഒരു തുറമാങ്ങ അച്ചാർ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തെ കടയിൽ തന്നെ തുറമാങ്ങ അച്ചാറിന് പകരം തുറമാങ്ങയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് എത്ര പൈസ? 100 റുപ്യ കേട്ടോ. മറ്റേന് 130 റുപ്യ അച്ചാറിന്. അപ്പോൾ പൈനാപ്പിളൊക്കെ വാങ്ങി ആൾ കഴിച്ചുകൊണ്ട് സെറ്റായി. നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ കോടമഞ്ഞൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്തോണ്ട് നിൽക്കാം കേട്ടോ. ഞാനും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പൈനാപ്പിളൊക്കെ കഴിച്ചു നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഐസ്ക്രീം കഴിച്ചാലും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണേ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അത് വേഗം നടന്നു. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് തന്നെ നടക്കുമെന്ന് പറയാം. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.